നമ്മളിവിടെ സാക്ഷ്യം വഹിക്കുകയാണ്. നമുക്കറിയാം, ചൂരൽ മലയിലും മുണ്ടക്കയിലും പ്രകൃതി ദുരന്തമുണ്ടായ സമയത്ത് ഒരുപാട് ആളുകളെ ചേർത്ത് പിടിച്ച മലയാളി മനസ്സുകളുടെ ആവേശം ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ. ഒരുപാട് വയനാട്ടുകാരും അദ്ദേഹത്തിനൊപ്പം വന്നിട്ടുണ്ട്. സന്തോഷം. താങ്ക് യു. വയനാടിന്റെ പ്രിയപ്പെട്ടവർക്ക് അരീക്കോടിന്റെ മണ്ണിലേക്ക് സ്നേഹോഷ്മളമായ സ്വാഗതം. ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ ബോച്ചെ, അദ്ദേഹം ഇതാ നമ്മുടെ സീറ്റിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ്, നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞാബു ഹാജി. ഒരു മണ്ണാണ് നമ്മുടെ സ്വന്തം അരീക്കോട്. അവർക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട നമ്മുടെ അരീക്കോടിന്റെ മണ്ണിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ്, വനിതാ വിംഗ്, അരീക്കോട് യൂണിറ്റ് സംഘടിപ്പിക്കുന്ന വ്യാപാരി കെയറിന്റെ സമർപ്പണമാണ് ഇവിടെ നിമിഷങ്ങൾ കഴിഞ്ഞാൽ നടക്കാൻ പോകുന്നത്. അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ. സ്വന്തം പേരിലും ഈ പരിപാടിയിലേക്കും ഈ മഹത്തായ പരിപാടിയിലേക്കും ഹാർദകമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നമ്മളൊക്കെ അനിഷേധ്യനായ നേതാവ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി നസീബ്, സ്വാഗത ഭാഷണം നടത്തിയിട്ടുള്ള പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി അക്കിനസ്, വേദിയിരിക്കുന്ന നമ്മുടെ ഈ ചടങ്ങ് ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ ബന്ധപ്പെട്ട് കിട്ടിയിട്ടുള്ള 1 ലക്ഷം രൂപ ഞങ്ങൾ എറണാട് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് വാട്ടർ ഡിസ്പെൻസർ വാങ്ങിക്കൊടുക്കുകയും അതോടൊപ്പം തന്നെ വനിതാ വിങ്ങിന്റെ പ്രവർത്തനമായി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് അവർക്ക് ഇറങ്ങി അതിനുവേണ്ടി പിരിവ് നടത്തുകയും ചെയ്യുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ. അദ്ദേഹമാണ് നമ്മുടെ ഈ ഒരു പദ്ധതിയുടെ ലോഗോ പ്രകാശനമാണ് ഇവിടെ നിർവഹിക്കുന്നത്. സ്നേഹത്തോടുകൂടെ ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ ബോച്ചയെ ഞങ്ങൾ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യട്ടെ. അരീക്കോട് യൂണിറ്റ് വ്യാപാരി കെയറിന്റെ ലോഗോ പ്രകാശനം നിർവഹിക്കുന്നു. ഓക്കെ, KVVS അരീക്കോട് യൂണിറ്റ് യൂത്ത് വിംഗ്, വനിതാ വിംഗ്, KVVSന്റെ വ്യാപാരി കെയറിന്റെ സമർപ്പണം, അതിന്റെ ലോഗോ പ്രകാശനമാണ് ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ അവർ ഇവിടെ നിർവഹിച്ചിരിക്കുന്നത്. ഇനി ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോ 1000 ഏക്കറിൽ നമുക്കറിയാം വ്യത്യസ്തമായ സെലിബ്രിറ്റീസ് കൊണ്ട് ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരുപാട് താരങ്ങൾ വയനാടിന്റെ മണ്ണിൽ കൊണ്ടുവന്ന് വയനാടിന്റെ ടൂറിസം മേഖലയ്ക്ക് നിരവധി സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ബോച്ചേ, വെൽക്കം സർ. ഹലോ, ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്. അരീക്കോട് എന്തൊരു ഉഷാറൊന്നല്ലല്ലോ, റെഡിയല്ലേ? ഇളകുന്നില്ലല്ലോ. നിങ്ങൾ എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. വേദിയിലുള്ള വിശിഷ്ട വ്യക്തികൾ,
അരീക്കോടിൻ്റെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഈ ഒരു പരിപാടിക്ക് എന്നെ ക്ഷണിച്ച് ഈ പ്രോഗ്രാം നീണ്ടു പോയി. അതിൻ്റെ കാരണം ഒന്ന്, ഞാൻ ഒരു കച്ചവടക്കാരനാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ചാരിറ്റി, സ്പോർട്സ്, കലാപരിപാടി, എൻജോയ്മെന്റ് എല്ലാം കൂടി ദിവസം 5-10 ഉദ്ഘാടനങ്ങൾ ഇങ്ങനെ എണ്ണം കൂടി വരിക. കാരണം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യണത്. അവിടെ നിന്ന് എന്തെങ്കിലും തന്ന ചെറിയ സംഖ്യ അത് പാവങ്ങൾക്ക് അവിടെ തന്നെ കൊടുത്തു പോകും. അപ്പൊ ചെലവില്ലാത്തതുകൊണ്ട് ആൾക്കാർ വിളിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഉദ്ഘാടനങ്ങൾ നിർത്തി. അതാണ് കുറച്ച് വൈകിപ്പോയത്. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. കടകൾ അങ്ങനത്തെയൊക്കെ വളരെ റെയറായിട്ടേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ മനുഷ്യർ സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്ന കാലഘട്ടമാണ്. സെൽഫിഷാണ്. പലരും പറയുന്നത് സ്വന്തം കാര്യം പോലും നോക്കാൻ നേരമില്ല എന്നാണ്. സംഭാവനയൊക്കെ കൊടുക്കാൻ ആൾക്കാരുണ്ട്, പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി ഇറങ്ങാൻ, സഹായിക്കാൻ, പാവപ്പെട്ടവർക്ക് വേണ്ടി നിൽക്കാൻ ആളെ കിട്ടാനില്ല. അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ ഇവിടെ അരീക്കോട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി, യൂത്ത് വിംഗ്, വനിതാ വിംഗ്, വ്യാപാരി കെയർ എന്ന ഒരു പദ്ധതി ഇവിടെ സമർപ്പിക്കുകയാണ്. അത് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. നമുക്ക് അവർക്കൊക്കെ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാം. കാരണം ഇന്ന് ആളെ കിട്ടാനില്ല സഹായിക്കാനും പ്രവർത്തിക്കാനൊന്നും. ഓക്കെ, അത് കാരണം കൊണ്ടൊക്കെ സ്വന്തം കുടുംബം, മക്കള്, സ്വന്തം കാര്യം ഇങ്ങനെ നോക്കി നടക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് പേര് ഞാൻ പേഴ്സണലി പരിചയപ്പെട്ടു. ചിലരൊക്കെ എനിക്ക് നേരത്തെ അറിയാം. സോറി, സഹോദരനൊക്കെ 2-3 മാസം മുമ്പ് വയനാട് ബോച്ചെ 1000 ഏക്കറിൽ വന്നിട്ട് ക്ഷണിക്കുകയും പിടിക്കുകയൊക്കെ ഉണ്ടായി. ഒത്തിരി പേര്, സജീർക്ക, അങ്ങനെ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല, ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അതിന് മാപ്പ് ചോദിക്കുകയാണ്. വൈകിപ്പോയതല്ല, ഇപ്പം എനിക്ക് കുറ്റബോധം തോന്നുന്നു. ഇവിടെ വന്നപ്പോൾ ഇത്രയും നല്ല വ്യക്തിത്വങ്ങൾ, മനുഷ്യസ്നേഹികൾ, മനുഷ്യർക്കായി ഇറങ്ങിത്തിരിക്കുന്ന ഒരു സംഭവം കണ്ടപ്പോൾ കുറ്റബോധമായി പോയി, വൈകിപ്പോയത് ഞാൻ കാരണം 3 മാസം വൈകിപ്പിച്ചു. എനിവേ, ഇത് തുടർന്ന് മുമ്പോട്ട് പോവും. പിന്നെ ആദ്യം തന്നെ ഇവര് പായസത്തിലൂടെയാണ്, പായസം ചാലഞ്ച് അല്ലേ ആണ് തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു ആ പായസത്തില്, അന്നുണ്ടാക്കിയ പായസത്തില് പഞ്ചസാരയും ശർക്കര ഇടേണ്ട ആവശ്യം വന്നിട്ടുണ്ടാവില്ല. കാരണം പായസത്തിലൂടെ ജനനന്മയാണ്. ജനനന്മ ചെയ്യാൻ ഇറങ്ങിയാൽ, ആത്മാർത്ഥമായിട്ട് ഇറങ്ങിയാൽ, അത് പായസത്തിലൂടെയും എല്ലാ ബിരിയാണിയിലൂടെ ഒക്കെ വളർന്നു വരും. അതാണ് പായസത്തിലൂടെ വളർന്ന് ഇന്ന് ഒരു പിടി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും തുടർന്നും വളരെ ശക്തമായി എല്ലാവരുടെ സഹകരണത്തോടുകൂടെ ഇത് മുമ്പോട്ട് വരും എന്നതിൽ യാതൊരു സംശയമില്ല. അതിന് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ എല്ലാ സപ്പോർട്ടും ഞാനിവിടെ പ്രഖ്യാപിക്കുകയാണ്. പ്രത്യേകിച്ച് വ്യാപാരികൾ ഇതിലേക്ക് ഇറങ്ങുന്നു എന്നതിൽ സന്തോഷമുണ്ട്. അതിൻ്റെ കാരണം പൊതുവെ വ്യാപാരികളെ കുറിച്ച് ഒരു പുച്ഛമാണ്. കാശുണ്ടാക്കാൻ വേണ്ടി കച്ചവടമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ പലതരത്തിലുള്ള ഒരു നെഗറ്റീവ് പൊതുവെ പറയും. കച്ചവടക്കാരൻ, കാശുണ്ടാക്കാൻ വേണ്ടിയെന്ന്. പക്ഷേ ആ കാലം മാറിയപ്പോൾ കച്ചവടക്കാർ ഒരുപാട് പേര് സമൂഹത്തിൽ ഇറങ്ങി സ്വന്തം കയ്യിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും യാചിച്ചുകൊണ്ട്, പാവപ്പെട്ടവർക്ക് വേണ്ടി ഇറങ്ങി യാചിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കാലഘട്ടമാണ് കാണുന്നത്. അത് വളരെയധികം അഭിമാനമുണ്ട് എനിക്ക് അതിൽ. പിന്നെ ഇന്നിവിടെ വരുമ്പോൾ വളരെ സന്തോഷമുണ്ട്. 2 കാര്യമാണ്. ഞാൻ ഈ അബ്ദുറഹീമിൻ്റെ ഇതിന് ശേഷം ആദ്യമായിട്ടാണ് അരീക്കോട് വരുന്നത്. അബ്ദുറഹീമിന് 34 കോടി കൊടുത്താലാണ് തലവെട്ടാതിരിക്കുക. ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയപ്പോൾ, യാചകനായി തിരുവനന്തപുരത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത്ര വലിയ പൈസയൊന്നും ആയിട്ടില്ലായിരുന്നു. പിന്നെ 1 കോടി ഞാൻ ഇട്ടെങ്കിലും പിന്നെ 33 കോടി വേണ്ടേ. അങ്ങനെ ടെൻഷൻ അടിച്ച് തൃശ്ശൂർ എത്താറായപ്പോഴേക്കും 34 പകരം 40ന്റെ അടുത്തോ മറ്റോ, എനിക്ക് ഓർമ്മയില്ല, അത്രയും കോടി വന്ന് അക്കൗണ്ട് സ്റ്റോപ്പ് ചെയ്തു. അതല്ലെങ്കിൽ കയറി 100 കോടിയിലാക്കി പോയെന്നെ. അപ്പോൾ അത് പല ജില്ലകളിൽ നിന്ന് നോക്കുമ്പോൾ മലപ്പുറം, അരീക്കോടൊക്കെ വലിയ സംഭാവന ചെയ്തിട്ടുണ്ട് ആ ജീവൻ രക്ഷിക്കാൻ. അതിന് പ്രത്യേകം നന്ദി പറയുന്നു. ഇല്ലെങ്കിൽ ആ കാശ് പിരിഞ്ഞില്ലെങ്കിൽ ഞാൻ യാചകയാത്ര നടത്തി കാസർഗോഡ് എത്തി ഒരു സ്ഥിര യാചകനായി മാറിപ്പോയല്ലേ. നിങ്ങൾ പൈസ തന്നില്ലെങ്കിൽ ഓക്കെ, അബ്ദുറഹീമിന്റെ മോചനം സാധിച്ചു. ഇനി ഒരു ജനറൽ കേസ് ഉണ്ട്, ഫ്യൂ മന്ത്സ് അത് എടുക്കും. അതർവൈസ് ആ ശിക്ഷ അവിടെ ഒഴിവായി. അതിന് കാരണക്കാരായ എല്ലാവരോടും പ്രത്യേകം നന്ദി പറയാണ്. പിന്നെ ഒരു നന്ദിയും കൂടെ ഇവിടെ പറയാറുണ്ട്.
ഞാൻ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് റോട്ടിലൂടെ ഒരു സോഷ്യൽ കോസിന് വേണ്ടി 812 കിലോമീറ്റർ ഓടിയപ്പോൾ അന്ന് വലിയ സന്തോഷമായിരുന്നു. വേൾഡ് റെക്കോർഡ്, യുണീക്ക് റെക്കോർഡ്, ഒരുപാട് റെക്കോർഡുകളൊക്കെ കിട്ടിയെങ്കിലും ഞാൻ പ്രതീക്ഷിക്കാത്ത അതിലും വലിയൊരു നേട്ടം എനിക്ക് കിട്ടിയത്, എൻ്റെ ഒരു സന്തോഷം, ഒരു സ്നേഹം എനിക്ക് കിട്ടിയത് ഇത് കഴിഞ്ഞപ്പോൾ ബോച്ചെ ഫാൻസ് ക്ലബ് ഉണ്ടായി. അതുണ്ടായത് ആദ്യത്തെ അരീക്കോട് നിന്നാണ്. മറഡോണ ഫാൻസ്, ബോച്ച് ഫാൻസ് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തു. ഇമ്മീഡിയറ്റ്ലി വയനാട് വന്നു. ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും അത് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റായിട്ട് മാറി. ദിവസേന പറ്റാവുന്ന സഹായങ്ങൾ എല്ലാ ജില്ലയിലും ചെയ്തു വരുന്നുണ്ട്. ഇതൊന്നും എൻ്റെ കഴിവല്ല, ഇതൊക്കെ നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹമാണ്. അതിന് വീണ്ടും ഒരു നന്ദി അരീക്കോടിനോട് പറയുകയാണ്. പിന്നെ നിങ്ങളിവിടെ കലാപരിപാടിയൊക്കെ ഉണ്ടില്ല. എന്തായാലും എന്നെ ഓർത്ത് ക്ഷണിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ, എന്നോട് ചോദിക്കുമ്പോൾ പല ഇൻ്റർവ്യൂവിലും ഞാൻ പറയാം, എനിക്ക് പല സന്തോഷങ്ങളുണ്ട്, പക്ഷേ ഒരിക്കലും മടുക്കാത്ത ദ എൻഡ്ലെസ് പ്യുവർ സന്തോഷം, ഹാപ്പിനെസ് എന്താണെന്ന് ചോദിച്ചാൽ, പാവങ്ങളെ സഹായിക്കുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷം, ഒരു തിളക്കമുണ്ടല്ലോ, ആ തിളക്കം കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖം, അതൊരു അഡിക്ഷനാണ്. കള്ളിനേക്കാളും മറ്റെന്തിനേക്കാളും വലിയ ഒരു അഡിക്ഷനാണ്. അത് മനസ്സിലാക്കി തുടങ്ങിയതിന് ശേഷമാണ്, എന്നുവെച്ചാൽ ബാക്കി കലാപരിപാടികളൊന്നും ഇല്ല എന്നല്ല, അതിൻ്റെതായ സുഖങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും അതിനൊപ്പം അതൊക്കെ മേലെ ചാരിറ്റി എന്താണെന്ന് തിരിച്ചറിഞ്ഞു. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരാൾക്ക് ഒരു ഭക്ഷണമാണെങ്കിലും അത് വീടാണെങ്കിലും എന്ത് തന്നെയായാലും അത് കൊടുക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം, അതൊരു അഡിക്ഷനാണ്. അത് നമുക്ക് മുമ്പോട്ട് പോവാൻ ധൈര്യത്തോടുകൂടെ, ചങ്കുറ്റത്തോടുകൂടെ, സന്തോഷത്തിൽ, സമാധാനത്തിൽ ജീവിക്കാൻ ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം പാവങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇവിടെ വ്യാപാരി വ്യവസായിയും ലേഡീസ് വിങ്ങും യൂത്ത് വിങ്ങും എല്ലാവരും കൂടെ ചേർന്ന് ആ ഒരു അഡിക്ഷൻ തന്നെയാണ് മുമ്പോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഈ അഡിക്ഷൻ ഇന്ന് കേരളത്തിൽ ഒരുപാട് പടർന്ന് പന്തലിച്ചിട്ടുണ്ട്. ആദ്യകാലത്തൊക്കെ കലാപരിപാടി അല്ലെങ്കിൽ ഫുട്ബോൾ മാച്ച് ഇതിനൊക്കെ പോകുമ്പോൾ ഫുട്ബോൾ മാച്ച് മാത്രമാണ്. ഇന്ന് ഫുട്ബോളിലൂടെ ചാരിറ്റി, പായസത്തിലൂടെ ചാരിറ്റി, അല്ലെങ്കിൽ എല്ലായിടത്തും ചാരിറ്റി എന്നുള്ളതിന് വലിയൊരു പ്രാധാന്യം വന്നു. മനുഷ്യ സ്നേഹികൾ ഒന്നിച്ചുകൂടി ആ മനുഷ്യ സ്നേഹം എന്താണെന്ന്, ഈ അഡിക്ഷൻ, മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, അഡിക്ഷൻ പൈസ കൊടുത്താൽ കിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് പേര് ഈ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ അതിയായ സന്തോഷമുണ്ട്. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഓക്കെ മൈ ഡിയർ, പതിവ് പോലെ എൻ്റെ കോൺകർ ദ വേൾഡ് വിത്ത് ലവ്. ലവ് യു എവരിബഡി. സ്നേഹം കൊണ്ട് ലോകം കീഴടക്കൂ. ലവ് യു എവരിബഡി. യുവർ ഓൺ ബോച്ചെ. കൂട്ടുകാർക്ക് അല്ലെങ്കിൽ കേരളക്കാർക്ക് കാണാൻ പറ്റുമോ എന്നൊരു ചോദ്യം അരീക്കോടിന് വേണ്ടി ഞാൻ ചോദിച്ചു പോവുകയാണ്. സാർ, ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ചോദിക്കുന്നുണ്ട്, ബോച്ചെ മെസ്സിയെ കൊണ്ടുവരോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പം മെസ്സി ഇവിടെ കൊണ്ടുവരുന്നു പറഞ്ഞു, നമുക്ക് നോക്കാം എന്താണെന്ന്. സമയമുണ്ടല്ലോ. ആര് കൊണ്ടുവരുന്നു, ഞാൻ കൊണ്ടുവരുന്നാൽ ആര് കൊണ്ടുവരുന്നു എന്നല്ല, മറഡോണ വന്ന മണ്ണിൽ മെസ്സിയും വരട്ടെ, നമുക്കൊന്ന് നോക്കാം എന്താണ്. മെസ്സിയെ കാണാൻ അർജന്റീനയിൽ പോയി മെസ്സിയൊക്കെ സെറ്റാക്കിയതായിരുന്നു. അപ്പോൾ ആ സമയത്താണ് മറഡോണയും മെസ്സിയും തമ്മിൽ തെറ്റിയത്. അപ്പോൾ പിന്നെ തൽക്കാലം മെസ്സിയെ തൽക്കാലം അവിടെ സൈഡാക്കി വെച്ചു. കാരണം കയ്യിലുള്ള മറഡോണയും പോവും. ആളറിയാലോ, ഒരു പ്രത്യേക ഒരു ഇതാണ്, ക്യാരക്ടർ, കുട്ടികളെ പോലെയാണ്. 5ാം ക്ലാസ്സിൻ്റെ ഇന്നസെൻസ് ആണ്, സത്യസന്ധതയാണ്. ഞാൻ റൂമിലൊക്കെ താമസിക്കുമ്പോൾ ചിലപ്പോൾ ദേഷ്യം വന്നാൽ തലവണയും കുപ്പിയൊക്കെ എടുത്ത് എറിയും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ കെട്ടിപ്പിടിക്കും. ശുദ്ധനായ മനുഷ്യൻ, 10 പൈസ ഉണ്ടാക്കാതെ ചികിത്സയ്ക്ക് പോലും ഹോസ്പിറ്റൽ ബില്ല് കൊടുക്കാൻ ബുദ്ധിമുട്ടിയിരുന്നാണ് പുറത്തുനിന്നത് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ മറഡോണയെ സംബന്ധിച്ച് പൊതുവെ മെസ്സി ക്ലബിന് വേണ്ടി കളിക്കുന്നു, മറഡോണ രാജ്യത്തിന് വേണ്ടി കളിച്ചു. മെസ്സി 25,000 കോടി ഉണ്ടാക്കി, മറഡോണയുടെ അക്കൗണ്ടിലൊന്നുമില്ല. അങ്ങനെയൊക്കെയുള്ള പലതരം കമ്പാരിസണുകളുണ്ട്. മറഡോണയുടെ ചിന്താഗതി വ്യത്യാസമാണ്. അതുകൊണ്ട് അവർ തെറ്റിയത് കൊണ്ട് അന്ന് മെസ്സിയെ എൻ്റെ ബ്രാൻഡ് അംബാസഡർ ആക്കിയില്ല. ഇനി ഫ്യൂച്ചറിൽ നമുക്ക് ആലോചിച്ച് നോക്കാം. താങ്ക് യു. എന്തായാലും ഞങ്ങൾ